ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നീതുവിൻ്റെ ചേട്ടനെ ഹരീഷും നികേഷും എല്ലാവരും കൂടെ തല്ലിയതിൻ്റെ പേരിൽ നീതുവിൻ്റെ അമ്മ സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവരങ്ങോട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് അഖിലയും കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അവിടുത്തെ കുറച്ച് നാട്ടുകാരെയും പ്രമുഖ വ്യക്തികളെയും ഒക്കെ കൂട്ടിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ഹരീഷിൻ്റെ. എന്നിട്ട് അവിടെ പോയി പറയുന്നുണ്ട്, എൻ്റെ മകനെ തല്ലി, മോളുടെ ബാക്കിൽ ഹരീഷ് നടക്കുന്നുണ്ട്, അത് ചോദിക്കാൻ ചെന്നതിനാണ് തല്ലിയത് എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസ് വരും. പോലീസ് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളുടെ വീട്ടിൽ എപ്പോഴും ഇത് തന്നെയാണല്ലോ പ്രശ്നം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മകളുടെ ബാക്കിൽ നടക്കുകയാണ്, ശല്യപ്പെടുത്തുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നീതുവിൻ്റെ അമ്മ പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഭാസ്കരൻ്റെ ഏട്ടനും അനിയത്തിയും കൂടെ വന്നിട്ട് അവരും പറയുന്നുണ്ട്, ഇവർക്ക് എപ്പോഴും ഉള്ളതാണ് ഇത്, ഈ നാട്ടിൽ ചോദിച്ചാൽ അറിയാം, അവർ മോശം കുടുംബമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഫാമിലിയെ കുറിച്ചിട്ടൊക്കെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പോലീസിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുറത്ത് നടക്കുന്നതൊക്കെ കേട്ടിട്ട് നിധി വീട്ടിനുള്ളിൽ ദേഷ്യം വന്നിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ദേഷ്യത്തോടെ വെളിയിൽ വന്നിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, സാർ വെറുതെ അല്ല തല്ലിയത്, ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായി, അതുകൊണ്ടാണ് തല്ലിയത്. ഞാനത് വീട്ടിൽ വന്ന് പറഞ്ഞു, അപ്പോൾ അവർക്ക് ദേഷ്യം വന്നു, അങ്ങനെ പോയി അടിച്ചു. ഇവരുടെ പേരിൽ ഞാനാണ് കേസ് കൊടുക്കേണ്ടത്, നിങ്ങൾ ഇവരുടെ പേരിൽ കേസ് എടുക്കണമെങ്കിൽ ഞാൻ അവർക്കെതിരെയും കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കാണ് നീതു വരുന്നത്. നീതു വന്നിട്ട് പറയുന്നുണ്ട്, നീതു അപ്പോഴേക്കും വർക്ക്ഷോപ്പിൽ പോയിട്ട് ഹരീഷിനെ തിരക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഇല്ല, വീട്ടിലാണ്, നിധിയടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിങ്ങളുടെ ഏട്ടൻ, അതുകൊണ്ടാണ് അവർ തല്ലിയത് എന്ന് പറഞ്ഞിട്ട് കാരണം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് കേട്ടിട്ടാണ് നീതു ഇവരുടെ വീട്ടിലേക്ക് വരുന്നതും പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഞാനാണ് ഹരീഷിൻ്റെ പുറകെ നടക്കുന്നത്, അല്ലാതെ ഹരീഷല്ല. നിങ്ങൾ ഇവരുടെ പേര് കേസ് കൊടുത്താൽ ഞാൻ കോടതിയിൽ പോയിട്ട് എനിക്ക് ഹരീഷിനെ മാത്രമാണ് ഇഷ്ടം എന്നുള്ളത് പറയും എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. സുനിത വീട്ടിലെത്തിയെന്ന് പറഞ്ഞിട്ട് അമ്മയെ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ അമ്മ അവിടെ പോയിട്ട് ഇവിടെ ഭാസ്കരൻ മാമൻ്റെ വീട്ടിൽ ഇങ്ങനെയൊക്കെ പ്രശ്നം നടക്കണം, അവരെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുന്നത് കാണാൻ വേണ്ടി ഞാനവിടെ പോയി നിന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സുനിതയ്ക്ക് ദേഷ്യം വന്നിട്ട് അവർ അങ്ങനെ ചെയ്യില്ല, സുഭാഷ് ഏട്ടനും അങ്ങനെ ചെയ്യില്ല, അവരുടെ ആരും അങ്ങനെ ചെയ്യില്ല, ഒരു പെണ്ണിനോട് പോലും മോശമായിട്ട് പെരുമാറില്ല, ഞാൻ അവരുടെ അടുത്ത് പോയി സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് അവരുടെ വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അമ്മ ചീത്ത പറയുന്നുണ്ട്, നീ കല്യാണം കഴിഞ്ഞതല്ലേ, അങ്ങനെ പോകാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഭാസ്കരൻ മാമൻ്റെ വീട്ടിലേക്ക് എനിക്ക് പോവാം, എൻ്റെ ഭർത്താവ് ഒന്നും പറയില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോയിട്ട് അവിടെ പോയിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് വർഷങ്ങളായിട്ട് അറിയുന്നതാണ്, എൻ്റെ മാമൻ്റെ വീടാണ്, ഇവർ നല്ലവരാണ്, ഒരു പെണ്ണിനോട് മോശമായിട്ട് പെരുമാറില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയുന്നുണ്ട്. ഈ നാട്ടിൽ അവരെക്കുറിച്ച് മോശമായി പറയുന്നത് ആകെ 2 ആളുകളേ ഉള്ളൂ, എൻ്റെ അമ്മയും എൻ്റെ മാമനുമാണ്, വേറെ ആരും അങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ പോലീസ് അത് കേട്ടിട്ട് ഇനി കേസെടുക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നീതുവിൻ്റെ വീട്ടുകാരും വലിച്ച് ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോകുന്നുണ്ട്. അവന് സുനിതിനെയും അതുപോലെ അവളുടെ അമ്മയും മാമനും കൂടെ വീട്ടിലേക്ക് കൂട്ടിയിട്ട് പോയിട്ട് അമ്മ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്, നീ എന്തിനാണ് അവരുടെ ഫാമിലിയിൽ ഇടപെടുന്നത്, അവരുടെ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യമില്ല. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഞാൻ ഒരുപാട് പ്രാവശ്യം വിളിച്ചു സുഭാഷ് ഏട്ടനെ, എന്നിട്ട് ഏട്ടൻ ഫോൺ എടുത്തില്ല, ഞാൻ മറ്റൊരുത്തൻ്റെ ഭാര്യയാണെന്നുള്ള ബോധം ഏട്ടനുണ്ട്, അതുകൊണ്ട് നിങ്ങളാരും അത് ആലോചിച്ച് പേടിക്കണ്ട, ഞാൻ അവിടെ പോയാലും ഒന്നും സംഭവിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്. അമ്മയ്ക്കാണെങ്കിൽ അത് കേട്ടാൽ ദേഷ്യം വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ അവനെ വിളിക്കാൻ പോയത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.